ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇപ്പം ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണല്ലേ, കൂന്തൽ നിറച്ചത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ തലശ്ശേരി കണ്ണൂർ ഏരിയയിലൊക്കെ ഈ ഒരു കൂന്തൽ നിറച്ചത് എന്ന് പറയുന്നത് ട്രെൻഡിങ്ങും ഒന്നുമല്ല കേട്ടോ. പണ്ട് മുതൽക്കേ നമ്മുടെ ഉമ്മാമ്മമാരുടെ കാലത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു പഴയകാല സ്നാക്ക് അല്ലെങ്കിൽ ഡിന്നർ റെസിപ്പിയാണ് ഈ ഒരു കൂന്തൽ നിറച്ചത്. നമ്മൾ രണ്ട് രീതിയിൽ ഉണ്ടാക്കും. ഒന്ന് അരി ജീരകം ഉള്ളിയൊക്കെ ഇട്ടിട്ട് മാവ് ഉണ്ടാക്കിയിട്ട് അത് നിറച്ചിട്ടും ഉണ്ടാക്കും. പിന്നെ ഈ ഒരു ഉള്ളി ഫില്ലിങ് വെച്ചിട്ടുള്ള രണ്ട് രീതി ചെയ്യാറുണ്ട്. അപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5-2 വർഷം മുന്നേ ഞാൻ അരി നിറച്ചിട്ടുള്ള കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ഉള്ളി ഫില്ലിങ് വെച്ചിട്ടുള്ള കൂന്തൽ നിറച്ചതാണ് കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ഇപ്പം ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇൻസ്റ്റയിലും പേഴ്സണൽ മെസ്സേജൊക്കെ വരുന്ന ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഈ ഒരു റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, നല്ല സിമ്പിളാണ് ഉണ്ടാക്കുക, എന്നാൽ നല്ല ടേസ്റ്റാണ്. കൂന്തൽ പ്രേമികൾക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നും. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ കൂന്തലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളമൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ മുറിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് നിറക്കുന്നത്. അപ്പോൾ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡിൽ വരുന്ന ആ ഒരു ചിറക് പോർഷനും തലയും അതിൻ്റെ ആ ഒരു ചിറക് പോർഷനും ഒക്കെ ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു സൈസിലുള്ള കൂന്തലാവുമ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും, ഒന്നുകൂടി ഫ്ലേവർ ഉണ്ടാവും. കുറച്ചും കൂടി വലിയ സൈസ് ആകുമ്പം ഉണ്ടാക്കാൻ എളുപ്പമാണ്, പണി ലാഭമാണ്, പക്ഷേ ടേസ്റ്റ് ഇത്രയ്ക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 3 രീതിയിലായിട്ടാണ് കൂന്തൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള. ആ ഒരു മിഡിൽ പോർഷനും പിന്നെ ഇത് കുറച്ച് തലയുടെ ഭാഗമില്ല അത് ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തല ഇതിലും വലുപ്പത്തിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ. ഇവിടെ പിന്നെ എനിക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ആ ഒരു ചിറകിൻ്റെ വരുന്ന പോർഷൻസും തലയുടെ ബാക്കി പോർഷൻസും ഒക്കെ കൂടി ഇതുപോലെ ചെറുതായിട്ടും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ടിങ് ഇതുപോലെ 3 രീതിയിലാക്കിയിട്ട് അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിനും ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മസാല റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. നല്ലപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർക്കുക. പിന്നെ ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങനെ ഓവർ സോഫ്റ്റ് ആവേണ്ട, എന്നാൽ അത്യാവശ്യം നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വാടി വരുകയും വേണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്നങ്ങ് വാടി വന്നതിന് ശേഷം ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂണാണ്. പിന്നെ 2 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൂന്തലിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഈ ഒരു ഫില്ലിങ്ങിൻ്റെ അളവിൽ വ്യത്യാസം വരും. അതായത് സവാളയൊക്കെ എടുക്കുമ്പോൾ എക്സ്ട്രാ എടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള പൊടികൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കുക. അപ്പോൾ പൊടികൾ മുളക് പൊടിയുടെ എരിവ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, കാരണം പച്ചമുളക് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കൂന്തലിൻ്റെ ആ ഒരു സൈഡ് പാർട്ട്, അതായത് ചിറക് വരുന്ന പോർഷൻസും ബാക്കിയുള്ള പോർഷൻസൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ ഒരു പോർഷൻസ് മൊത്തത്തിലായിട്ട് ഈ ഒരു സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരല്പം കറിവേപ്പിലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, പക്ഷേ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, നമ്മൾ കൽമാസിലൊക്കെ ചെയ്യാറില്ല അതുപോലെ. എന്നിട്ട് ഇതാ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ തേങ്ങയും ഈ ഒരു കൂന്തൽ വേവുന്ന സമയം കൊണ്ട് തേങ്ങയും കൂടി ഒന്ന് കുക്കായിട്ട് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടണം, എങ്കിലേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം ഞാനിത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കൂന്തലും വെന്ത് കിട്ടും, തേങ്ങയൊക്കെ കൂടി റെഡി ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ അത്യാവശ്യം ഇതിൽ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ കൂന്തലിൽ തന്നെ. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ അടച്ച് വെച്ച് കൊടുത്താൽ മതി. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അഥവാ എക്സ്ട്രാ ഇതിലേക്ക് വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് അടപ്പ് ഇവിടെ തുറന്നിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. എൻ്റെ ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഫില്ലിങ് റെഡിയായി. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എൻ്റെ ഇപ്പോൾ എല്ലാം കറക്റ്റാണ്. ഇനി ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യാൻ നേരത്തെ ഇതാ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ഈ ഒരു സമയത്ത് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി മിക്സാക്കുക, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കൂന്തൽ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് നിറച്ച് കൊടുക്കാം.
അങ്ങനെ ഇതാ കൂന്തൽ നിറക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഐറ്റംസും ഇവിടെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ മസാല ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒരു കുഞ്ഞ് ടൈപ്പ് സ്പൂൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെ കൊണ്ട് പെട്ടെന്ന് നിറക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിറച്ചെടുത്താൽ മതി. പിന്നെ ഇതാ കൂന്തലും ആ ഒരു തലയുടെ ഭാഗവും പിന്നെ ടൂത്ത് പിക്കില്ലേ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ടൂത്ത് പിക്ക് ഈർക്കിലോ എന്തായാലും കുഴപ്പമൊന്നുമില്ല, അതും കൂടി എടുത്ത് വെക്കുക. അങ്ങനെ കൂന്തലെടുത്തിട്ട് അതിലേക്ക് 2-3 സ്പൂൺ, എൻ്റെത് ഇപ്പോൾ ചെറിയ സ്പൂണല്ല അതുകൊണ്ട് തന്നെ 2-3 സ്പൂൺ ആക്കിയിട്ട് ഇങ്ങനെ നിറച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന കൂന്തലിൻ്റെ സൈസിൻ്റെ ഒരു 1/4 to 1/2 ഭാഗത്തിൻ്റെ ഇടയിലായിട്ട് മാത്രമേ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഇത് കുക്കാകുന്ന സമയത്ത് കൂന്തൽ ചുരുങ്ങിയിട്ട് ഓവർ കട്ടിയിൽ അങ്ങനെ നിറച്ച് കൊടുത്തതിന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലൂസായിട്ട് വേണം കേട്ടോ നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കിപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും കുറച്ച് മാത്രമേ ഫില്ലിംഗ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തലയില്ല അത് ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അത് ഇതിലുള്ള ഭാഗം പുറമേ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ടൂത്ത് പിക്ക് എല്ലാം കൂടി ഒന്നിച്ചങ്ങ് കുത്തി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ തല ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമില്ല കേട്ടോ, സ്കിപ്പ് ചെയ്യാം. ഞാനും തല കൂടുതൽ വെക്കുന്നില്ല, നിങ്ങൾക്ക് 2-3 വെച്ച് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം തലയില്ലാതെ തന്നെയാണ് എടുക്കുന്നത്. ഇവിടെ ആയിരിക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ ഞാനിത് നിറച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാത്തിലും കുറച്ച് ഫില്ലിംഗ് ആണേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഞാൻ സ്റ്റീമറിൽ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കൂന്തൽ നിറച്ചത് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അടിയിൽ മുകളിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അട്ടിക്കട്ടിക്ക് ഇട്ട് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അരി കൊണ്ട് ചെയ്തതൊന്നും അല്ലല്ലോ, അതുകൊണ്ട് തന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം എന്നിട്ട് ഒരു 7-8 മിനിറ്റ് ഇതിൻ്റെ കുക്കിംഗ് ടൈം വേണ്ട കേട്ടോ. ഇത് കൂന്തൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റബ്ബർ പോലെ ആയിപ്പോവും, നമുക്ക് മുറിക്കാൻ പറ്റാത്ത പാകത്തിനായിപ്പോവും. അതുകൊണ്ട് ഈ ഒരു ടൈമിങ്ങിൽ കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഇത് ഏകദേശം 8 മിനിറ്റൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഇത് അടുപ്പ് തുറന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നന്നായിട്ട് വീർത്ത് നേരെ പകുതിയിൽ കുറവായിട്ട് ചുരുങ്ങി വന്നിട്ടില്ല. നേരത്തെ നമ്മൾ കണ്ട കൂന്തലേ അല്ലല്ലോ ഇത്, അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക, അവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ. പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു രീതിയിൽ മാത്രം ഫില്ലിങ് നിറച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കൂന്തൽ നിറച്ചത് ഫ്രൈ ചെയ്യാനുള്ള ചെറിയൊരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുറച്ച് ലൂസായിട്ടുള്ള മിക്സ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കുക. ഓവർ തിക്കല്ലാതെ ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വീഡിയോ എന്തോ ക്ലിപ്പ് മിസ്സായിപ്പോയി. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് നോക്കി വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് ലൂസാവാനും പാടില്ല, എന്നാൽ ഭയങ്കര തിക്കാവാനും പാടില്ല. ഇതാ ഈ ഒരു രീതിയിൽ മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് തിളവരുന്ന സമയത്ത് നമ്മൾ കൂന്തൽ നിറച്ചതില്ല അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ആക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. കാരണം ഒരുപാട് അങ്ങനെ മൊരിയണ്ട, എന്നാൽ ആ ഒരു മുളകിൻ്റെ ഒക്കെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കൂന്തലിന് നന്നായിട്ട് മസാല പിടിച്ച് കിട്ടുകയും വേണം കേട്ടോ. അപ്പോഴാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അല്ലാണ്ട് നിങ്ങൾക്ക് നല്ലപോലെ മൊരിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. പക്ഷേ ഇങ്ങനെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ആക്കിക്കൊണ്ട് നിൽക്കാം. ഒരു സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മുടെ മുളകൊക്കെ ആ ഒരു കൂന്തലിൽ നന്നായിട്ട് പിടിച്ചിട്ട് നല്ലപോലെ തിക്കായിട്ട് ഇരിപ്പുണ്ടല്ലോ. ഇത്രയുള്ളൂ. നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. ഈ ഒരു സമയത്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതാ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മുളകൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനും കൂടി വേണ്ടിയിട്ട്. അപ്പോൾ ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. ചൂടങ്ങനെ ആറുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. ഒരു സ്മൈലിംഗ് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്